നവലോക പുലയ സംഘം വാർഷിക സമ്മേളനം നടത്തി. ലഹരി വിരുദ്ധ സന്ദേശം സെമിനാർ എന്നിവയും നടന്നു. ചവറ തോട്ടിന് വടക്ക് സംഘടിപ്പിച്ച പരിപാടി എൻ ചന്ദ്രദാസൻ ഉദ്ഘാടനം ചെയ്തു. ചവറ നവലോക പുലയ സംഘത്തിന്റെ വാർഷിക സമ്മേളനവും പൊതുയോഗവും നടത്തി. സംഘം സീനിയർ അംഗം എൻ ചന്ദ്രദാസൻ ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് ചിത്രാലയം രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചവറ പോലീസ് സബ് ഇൻസ്പെക്ടർ എം അനീഷ് കുമാർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എപ്പോൾ നോക്കിയാലും പത്രം എടുത്തു നോക്കാനും അല്ലെങ്കിൽ വാട്സപ്പോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ തുറക്കാൻ പോവുകയാണ്. എല്ലാം കൊലയും കൊലപാതകങ്ങളും എന്ത് തന്നെ ആണെങ്കിലും അതിൻ്റെ കൈകാര്യം ചെയ്യുന്നത് ലഹരിയാണ്. ഇന്നലെ പോലും കന്യാകുമാരി പോലും അഞ്ചാം കൂട്ടിലുള്ള ഇപ്പം യുവാക്കൾ മാത്രമല്ല യുവതികളും ഇതിൻ്റെ പിടിയിലായി കഴിഞ്ഞു. എന്ന് വെച്ചാൽ ആണുങ്ങളെ സംബന്ധിച്ച് പെണ്ണുങ്ങൾ മീൻസ് ലേഡീസ് കയറാകുമ്പോൾ പോലീസ് അവരെ പിടിക്കുന്നതിന് ഒത്തിരി ആണിനെ സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ അവരെ പോലീസ് അറസ്റ്റ് എന്ത് തന്നെയാണെങ്കിലും അതിന് കാര്യക്ഷമമായി സർക്കാരും ഇതിന് മുന്നോട്ടിറങ്ങിയിട്ടുണ്ട്. ജാതി സംവരണത്തിന്റെ കാലിക പ്രസക്തി എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. ദളിത് ചിന്തകൻ അനിരുദ്രാമൻ സെമിനാറിൽ വിഷയം അവതരിപ്പിച്ചു. സാമാന്യമായിട്ട് ലോകത്തെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ ലോക പൗരനായി മാറൂ. ശങ്കരമംഗലം എന്ന് പറയുന്ന ലോകത്തിലൂടെ നമ്മുടെ വീടിൻ്റെ 4 ചുവരുകളിലൂടെ നമുക്ക് ലോകത്തെ അറിയാൻ കഴിയണം. ഇന്ന് വളരെ വികല സാങ്കേതിക വിദ്യയാണ്. നമുക്കൊരു വിരളമർത്തി കഴിഞ്ഞാൽ ലോകത്തെ അറിയാൻ കഴിയുന്ന തരത്തിലേക്ക് ലോകം മാറിക്കഴിഞ്ഞു. അങ്ങനെയുള്ള ലോകത്തെ അറിയാൻ കഴിയുന്ന മനുഷ്യരായി മാറണം എന്നുള്ളതാണ് അതിൻ്റെ ധ്വനി, ആ വാക്കിൻ്റെ ധ്വനി. ആ ശീർഷകത്തിൻ്റെ ആ പേരിൻ്റെ ആന്തരികമായ അർത്ഥം അത് തന്നെയാണ്. നവലോകം, പുതിയ ലോകം. എങ്ങനെയാണ് പുതിയ ലോകം പണിയേണ്ടത്, പുതിയ ലോകത്തേക്ക് എങ്ങനെയാണ് കടക്കേണ്ടത്? ആരാണ് ഈ നവലോകം പറഞ്ഞത്? ഷാജിമോൻ സാറാണ്. ചടങ്ങിൽ മുതിർന്ന സംഘാംഗങ്ങളെ ആദരിച്ചു. വിജയൻ വി ചവറ, ഷാജിമോൻ, ജീവസന്തൻ, ശ്രീരഞ്ജിത്ത്, രമ, വീരാജൻ, കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.